സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ പുതിയ പാഠപുസ്തകത്തിലെ 2024 സിലബസിലെ പുതിയ പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഇക്കായി ഏക്ക് പ്യാർ. പ്യാർ എന്ന് പറയുന്ന യൂണിറ്റിൽ നമുക്ക് 2 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഒന്ന് ഖുദ് സേ പ്യാർ, കവിതയാണ്. ശോഭാനാഥ് യാദവ് ആണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ സാഫ് സഫായി മേ ഉജ്ജ്വല ഗാവ്, ലേഖാണ്. ഖാലിബ് കലീമിൻ്റെ ഒരു ലേഖമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പാഠമായ ഖുദ് സേ പ്യാർ, ഇക്കായി ഏക്ക് പ്യാർ. അപ്പം നമ്മുടെ യൂണിറ്റിൻ്റെ പേരെന്താണ്? പ്യാർ. പ്യാർ മാനെ ക്യാ ഹേ? ലവ്, സ്നേഹമാണല്ലേ. നമുക്ക് ഈ ലോകത്തെ തന്നെ മുഴുവനായിട്ട് സ്നേഹിക്കണമെങ്കിൽ നാം സ്വയം നമ്മെ തന്നെ സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് സ്നേഹം പകർന്നു നൽകാൻ നമുക്ക് കഴിയുകയുള്ളൂ, അല്ലേ? നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിലേ നമുക്ക് മറ്റൊരാളെയും സ്നേഹിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? മരം നിറയെ കായ്കനികളുണ്ട്. പക്ഷി മൃഗാദികളെല്ലാം അത് ഭക്ഷിക്കുന്നുണ്ട്. മരം അവയുടെ ആ പഴങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? ലോകത്തിന് മുഴുവൻ അതിന് പഴം നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ സ്നേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഫസ്റ്റ് പോയം നമുക്കൊന്ന് നോക്കാം. കവിത ഖുദ് സേ പ്യാർ, ശോഭനാഥ് യാദവ്. കവിത നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. സൂരജ് അപ്നി ആഗ് സേ ഇത്നാ പ്യാർ കരേഗി, വഹ് ദേ സകേ ആഗ് ദുനിയാ കോ ഭി. दरख्त अपने फूलों से इतना प्यार करेगी, वह दे सके फूल दुनिया को भी. बादल अपने जल से इतना प्यार करेगी, वह दे सके जल दुनिया को भी. मैं खुद से इतना प्यार करूँगी, दे सकूँ प्यार दुनिया को भी. ഖുദ് സേ പ്യാർ എന്ന് പറയുന്ന കവിതയുടെ കവിയായ ശോഭനാഥ് യാദവെ കുറിച്ച് നമുക്ക് നോക്കാം. ശോഭനാഥ് യാദവ് കാ ജന്മ ഉത്തർപ്രദേശ് മേ ഹുവ. ശോഭനാഥ് യാദവിൻ്റെ ജനനം ഉത്തർപ്രദേശിലായിരുന്നു. വേ ലേഖക് ഔർ സമ്പാദക് ഹേ. അദ്ദേഹം ഒരു ലേഖകനും അതുപോലെ തന്നെ ഒരു സമ്പാദകനുമായിരുന്നു. ദരക്തോ മേ സൂരജ്, ഭസ്മാസുർ കി ഭൂമിക, നരക് ഗാഥ ആദി ഉൻകി രചനായേ ഹേ. ദരക്തോ മേ സൂരജ്, അതുപോലെ തന്നെ ഭസ്മാസുർ കി ഭൂമിക, നരക് ഗാഥ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ രചനകളാകുന്നു. ശോഭനാഥ് യാദവ് കാ ജന്മ 14 ജൂൺ 1937. ശോഭനാഥ് യാദവിൻ്റെ ജനനം 1937 ജൂൺ 14 ആയിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കവിത നമുക്ക് പഠിക്കാം. ഖുദ് സേ പ്യാർ. എന്താണ് ഖുദ് എന്ന് പറഞ്ഞാൽ? സ്വയം എന്നർത്ഥമാണ്. പ്യാർ എന്ന് പറഞ്ഞാൽ സ്നേഹം. അപ്പം സ്വയം സ്നേഹിക്കുക എന്നാണ് ഹെഡിങ്. സൂരജ് അപ്പിനി ആഗ് സേ. സൂരജ് എന്താണ്? സൂര്യനാണ്. അപ്പിനി ആഗ് സേ, ആഗ് എന്ന് പറഞ്ഞാൽ തീ എന്നാണ്. ഇവിടെ എന്താണ് സൂര്യൻ്റെ തീ എന്ന് പറയുന്നത്? സൂര്യൻ്റെ വെളിച്ചം, സൂര്യൻ്റെ പ്രകാശത്തെയാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ വരിയുടെ അർത്ഥം എന്താണ്? സൂരജ് അപ്പിനി ആഗ് സേ, സൂര്യൻ തൻ്റെ പ്രകാശത്തെ ഇത്തിനാ പ്യാർ കരേക്കി, ഇത്രയധികം സ്നേഹിക്കുന്നു. എന്തെന്നാൽ വഹ് ദേ സകേ ആഗ്, സൂര്യന് നൽകാൻ കഴിയുന്നു ഈ പ്രകാശത്തെ, ദുനിയാ കോഭി, ലോകത്തിന് മുഴുവൻ. അപ്പോൾ സൂര്യൻ സ്വയം തൻ്റെ പ്രകാശത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഈ ലോകം മുഴുവൻ സൂര്യന് കത്തിജ്വലിക്കാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ സ്വയം നമ്മെ സ്നേഹിക്കുക എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നെക്സ്റ്റ് ദരക്ത് അപ്നെ ഫൂലോ സേ. ദരക്ത് എന്താണ്? ദരക്ത് പേട്, വൃക്ഷമാണ്. മരങ്ങൾ അപ്നെ ഫൂലോ സേ, തങ്ങളുടെ പൂക്കളെ ഇത്തനാ പ്യാർ കരെ, ഇത്രത്തോളം ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വഹ് ദേ സകേ, അവയ്ക്ക് നൽകാൻ കഴിയുന്നു, ഫൂൽ, പൂക്കളെ, ദുനിയാ കോബി, ലോകത്തിന് മുഴുവൻ. അപ്പോൾ വൃക്ഷങ്ങൾ തൻ്റെ പൂക്കളെ ഇത്രയധികം സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവയ്ക്ക് അതുകൊണ്ട് നൽകാൻ കഴിയുന്നു ലോകത്തിന് മുഴുവൻ പൂക്കളെ. മരങ്ങൾ തൻ്റെ പൂക്കളെ ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ട് മരത്തിന് പൂക്കളെ ലോകത്തിന് തന്നെ നൽകാൻ സാധിക്കുന്നു. ബാദൽ അപ്നെ ജൽ സേ ഇത്തനാ പ്യാർ കരേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ബാദൽ. ബാദൽ എന്താണ്? മേഘം. മേഘം അപ്നെ ജൽ സേ,
തൻ്റെ ജലത്തെ ഇത്തനാ പ്യാർ കരെ ഇത്രത്തോളം സ്നേഹിക്കുന്നു കി എന്തെന്നാൽ വഹ് ദേ സകേ ജൽ അവയ്ക്ക് നൽകാൻ കഴിയുന്നു ജലത്തെ ദുനിയാ കോഭി ഈ ലോകത്തിന്. മേഘം തൻ്റെ ജലത്തെ ഇത്രയധികം സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ ലോകം മുഴുവൻ ജലം നൽകാൻ മേഘത്തെ കൊണ്ട് സാധിക്കുന്നത്. അവസാനം കവി പറയാണ്, मैं खुद से इतना प्यार करूँ कि दे सकूँ प्यार दुनिया को भी. ഞാൻ ഖുദ് സേ സ്വയം ഇത്തനാ പ്യാർ കരും എന്നെ തന്നെ സ്നേഹിക്കുന്നതിനാൽ ദേ സകൂം പ്യാർ എനിക്ക് നൽകാൻ കഴിയും സ്നേഹം ദുനിയാ കോഭി ഈ ലോകത്തിന് മുഴുവൻ എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം എന്നെ തന്നെ സ്നേഹിക്കുന്നതിനാൽ എനിക്ക് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാൻ സാധിക്കുമെന്ന് കവി പറയുന്നു. ഖുദ് സേ പ്യാർ എന്ന് പറഞ്ഞാൽ സ്വയം സ്നേഹിക്കുക എന്ന്. അപ്പം നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലായത് എന്താണ്? നാം സ്വയം നമ്മെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ മുഴുവൻ സഹജീവികളോടും നമുക്ക് സ്നേഹത്തോടെ ജീവിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സ്നേഹിക്കാനായിട്ട് സാധിക്കുമെന്ന്. പ്രധാന വാക്കുകളുടെ അർത്ഥങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഖുദ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം. പ്യാർ സ്നേഹം. സൂരജ് സൂര്യൻ. ആഗ് എന്ന് പറഞ്ഞാൽ തീയെന്നാണ്, നമുക്ക് പ്രകാശം എന്ന അർത്ഥവും ഇവിടെ കൊടുക്കാം. ഇത്തിന ഇത്രയും. ദുനിയ ലോകം. ദരക്ത് വൃക്ഷം. ഫൂൽ എന്താണ്? പൂക്കള്. ബാദൽ മേഘം. ഖുദ് സ്വയം. അപ്പോൾ ഈ പാഠഭാഗത്തിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഖുദ് സേ പ്യാർ എന്ന് പറയുന്ന കവിതയാണ് നമ്മൾ പഠിച്ചത്. ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.